നമുക്കിനി ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കി നോക്കാം. ഇത് കണ്ടാൽ പെട്ടെന്നൊന്നും നമുക്ക് കത്തില്ല. നമുക്ക് പെട്ടെന്ന് വേരിയബിൾ സെപ്പറബിൾ ആക്കാൻ തോന്നും, അല്ലെങ്കിൽ ഹോമോജീനിയസ് ആണോ ചെക്ക് ചെയ്യാൻ തോന്നും. ഓക്കെ, ഇത് പഠിച്ച് ഇങ്ങനെ കണ്ട് ശീലമായവർക്കേ പെട്ടെന്ന് കത്തുള്ളൂ. dy/dx ഉണ്ട്, പിന്നെ വൈൻ്റെ ഒരു ടേം ഉണ്ട്. പക്ഷേ ഫസ്റ്റ് ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു dy/dx സ്റ്റാൻഡേർഡ് ഫോമിൽ ആണോ അല്ലേ നോക്കുക. അതിന് എന്ത് വേണം? ഈ എക്സിനെ ഇവിടെ നിന്ന് ഒഴിവാക്കണം. ഓക്കെ, ഞാൻ കൂടുതൽ സിമ്പിളായിട്ടുള്ളൊന്നും എടുത്താൽ കണ്ടിട്ട് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് കരുതണ്ട. അപ്പോൾ ഈ എക്സിനെ ഒഴിവാക്കാനുള്ള വഴി എന്താ? ത്രൂ ഔട്ട് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് ഇവിടെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇവിടെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇവിടെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ഇതിൽ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ എക്സ് എഴുതാതിരുന്നാൽ മതി, വെറുതെ എഴുതി സമയം കളയണ്ട. അടുത്തതിൽ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അടുത്തതിലും എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ ഫസ്റ്റിൽ ഞാൻ ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ അത് നിർബന്ധമാണെങ്കിൽ ഫസ്റ്റിൽ ഞാൻ ചെയ്തു, അത് ക്യാൻസൽ ചെയ്തു. അതാണ് നമ്മുടെ ആവശ്യം. നമുക്കൊന്ന് മാറ്റി എഴുതാം. dy/dx പ്ലസ് 2y/x. ഞാൻ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്, അത് അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് മനസ്സിലാവും. 2/xy എന്ന് എഴുതണം. x²/xന് ഒരു എക്സ് ആയിട്ട് കട്ട് ചെയ്ത് കളയാലോ. അപ്പോൾ നോക്കി നോക്കൂ, ഏത് ഫോമാറ്റിലാണ്? ഇതേ നമ്മൾ പറഞ്ഞ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോമാറ്റിലായി. dy/dx അതുപോലെ ഉണ്ട്, വൈൻ്റെ ടേമും അതുപോലെ ഉണ്ട്, ഒപ്പം ഒരു 2/x ഉണ്ട്, റൈറ്റ് സൈഡിലൊരു ഫംഗ്ഷൻ ഉണ്ട്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് സ്റ്റാൻഡേർഡ് ഫോമിൽ അല്ലാന്നുണ്ടെങ്കിൽ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ ആക്കിയത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി പിയും ക്യൂ ഐഡൻറ്റിഫൈ ചെയ്യാം. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൻ്റെ കൂടെ ഉള്ളത്, ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമത്തിൻ്റെ അപ്പുറത്തുള്ളത്. ശ്രദ്ധിക്കാം കേട്ടോ, സമത്തിൻ്റെ ഈക്വൽസിൻ്റെ അപ്പുറത്തുള്ളത്. പിയും ക്യൂ ഐഡൻറ്റിഫൈ ചെയ്തു, സെക്കൻഡ് സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്തു. സിമ്പിളല്ലേ? അടുത്ത തേർഡ് സ്റ്റെപ്പ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കലാണ്. ഇക്വേഷൻ വൃത്തിയായി പഠിക്കുക. e⁻p⁴dx. ഓക്കെ, ഇനി e⁻ കൊണ്ട് നിങ്ങൾ കുടുങ്ങണ്ട. ഇൻ്റഗ്രൽ pdx സെപ്പറേറ്റ് ചെയ്താലും കുഴപ്പമില്ല. ഇൻ്റഗ്രൽ pdx ചെയ്ത് നോക്കാം. അതായത് p എന്ന് പറഞ്ഞാൽ എന്താ? 2/x ആണ്. 2/x dx. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ p എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ടേംസിലുള്ള ഫംഗ്ഷൻ ആവും. 2/xൽ 2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1/x ഉണ്ടാവുള്ളൂ. 1/xൻ്റെ ഇൻ്റഗ്രൽ പറഞ്ഞു കഴിഞ്ഞാൽ log x. ഓക്കെ, ലോഗ് മോഡ് എക്സ് എഴുതിയാലും കുഴപ്പമില്ല, log x. നിങ്ങൾ ഇവിടെ മാത്രം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഞങ്ങൾ പ്ലസ് സി കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ കൊടുത്തിട്ട് ഇടങ്ങാറാവാൻ നിൽക്കരുത്. ഓക്കെ, കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പ്ലസ് സി കൊണ്ട് നിങ്ങൾ ഇടങ്ങാറാവുകയേ ചെയ്യുള്ളൂ. ഇത് ശ്രദ്ധിക്കാതെ പോയ ഒരാൾ വെറുതെ എക്സാം ആളെന്നാണ് ആദ്യമായിട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, വായിച്ച് പഠിച്ച ആളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ പോയിട്ട് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ കൊടുക്കും. പിന്നെ കുറുക്കൻ ആമേനെ കിട്ടിയ മാതിരി ആ തോടുകൊണ്ട് അങ്ങനെ ഇരിക്കും, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. അപ്പോൾ എന്തായാലും 2 log x അവിടെ വെച്ച് നിർത്തുക. എന്നിട്ട് അത് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് എഴുതാം. e⁻pdx സൈഡിൽ ചെയ്തു 2 log x. നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്, ഈയും ലോഗും ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഇൻവേഴ്സ് ഫങ്ഷൻസ് ആണ്. കട്ട് ചെയ്ത് കളയാം. നമ്മുടെ റൂട്ടും സ്ക്വയറും പോലെ തന്നെയാണ്. പക്ഷേ നമ്മൾ √2x² ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ റൂട്ടും സ്ക്വയറും ഡയറക്റ്റായിട്ട് കട്ട് ചെയ്ത് കളയാൻ പറ്റില്ലല്ലോ. ആര് വിലങ്ങായിട്ടുണ്ട്? 2 വിലങ്ങായിട്ടുണ്ട്. അതുപോലെ തന്നെ വിലങ്ങായിട്ടുള്ള ഒരാളാണ് ഈ 2. ഈ 2 ഇവിടെ ഉള്ളിടത്തോളം കാലം ഈയും ലോഗും കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അല്ല, ഈ 2 ഇവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്വയറും കട്ട് ചെയ്യാനായിട്ട് വെറുതെ എക്സ് എന്ന് എഴുതി കൊടുക്കായിരുന്നു. ഇവിടെ 2 ഇല്ലാന്നുണ്ടെങ്കിൽ ഈയും ലോഗും കട്ട് ചെയ്തിട്ട് വെറുതെ എക്സ് എന്ന് എഴുതി കൊടുക്കായിരുന്നു. അപ്പോൾ 2നെ നമ്മൾ അവിടെ നിന്ന് മാറ്റാൻ പോവുകയാണ്. നമ്മൾ പഠിച്ചൊരു പ്രോപ്പർട്ടി ഉണ്ട്, a log b എന്ന് പറഞ്ഞാൽ ഈ a നമുക്ക് പവറായിട്ട് എഴുതാം, log b⁻a. ഈ എനെ ഇവിടെ നിന്ന് സ്ഥാനം മാറ്റി നമ്മൾ മേലേക്ക് കൊണ്ട് എഴുതി. ഇപ്പോൾ log of b⁻a അതായത് e⁻log x² എന്ന് എഴുതാമല്ലോ. 2ന് മേലേക്ക് എക്സിൻ്റെ പവറായിട്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈയും ലോഗും കട്ട് ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ x² എന്ന് കിട്ടും. ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ കണ്ടുപിടിക്കാൻ സ്പെഷ്യലായിട്ട് മാർക്കുണ്ട്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. നാലാമത്തെ സ്റ്റെപ്പ് ജനറൽ സൊല്യൂഷൻ അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ജനറൽ സൊല്യൂഷൻ എന്തായിരുന്നു? y ഇൻറ്റു ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ ഈക്വൽ ടു ഇൻ്റഗ്രൽ q ഇൻറ്റു ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ dx പ്ലസ് c. നിങ്ങൾക്കൊരു കോഡ് പോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ അത് റീഡ് ചെയ്യണ പോലെയൊക്കെ നിങ്ങൾക്ക് ആലോചിക്കാം. ഓക്കെ, അപ്പോൾ വൈൻ്റെ ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ ഇത് ജനറൽ സൊല്യൂഷനാണ്. സൊല്യൂഷൻ ഈസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വെറുതെ ഇത് എഴുതി കൊടുക്കാം, ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. വൈ മാറ്റരുത്. ഇത് നാലാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ പറഞ്ഞത്. അഞ്ചാമത്തെ സ്റ്റെപ്പിൽ ആൻസർ, അതായത് ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ എനിക്ക് കിട്ടിയത് x² ആണ്. വൈ മാറ്റരുത് കേട്ടോ. ഇൻ്റഗ്രൽ ക്യൂ എന്താ കിട്ടിയത്? ക്യൂ നമ്മൾ ഇതുവരെ യൂസ് ചെയ്യാതെ വെച്ചിരിക്കുകയായിരുന്നു. ക്യൂ എന്താ? x ആണ്. അപ്പോൾ എക്സ് ഇൻറ്റു ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ അഗെയിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക x² dx പ്ലസ് സി. നിങ്ങൾ എഴുതിക്കോ, എന്തായാലും നമ്മൾ ഇൻ്റഗ്രേഷൻ കഴിഞ്ഞാൽ എഴുതും. ലെഫ്റ്റ് സൈഡ് നിങ്ങളൊന്നും ചെയ്യേണ്ട. ഇൻ്റഗ്രൽ x³ dx പ്ലസ് സി.
എക്സ് ക്യൂബ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയും. പവർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പവർ ഒന്ന് കൂട്ടി എഴുതുക. n+1/n+1 അല്ലേ? ഓക്കെ, അതായത് x⁴/4 പ്ലസ് c. ലെഫ്റ്റ് സൈഡ് y ഇൻറ്റു x². നിങ്ങളിവിടെ ആൻസർ നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അല്ല y ഈക്വൽ എഴുതുകയാണെങ്കിൽ നല്ലത് x⁴/4 x² ഇതിൻ്റെ താഴെ എഴുതണം, പ്ലസ് സീൻ്റെ താഴെ എഴുതണം. x² രണ്ടാളുടെയും താഴെ എഴുതി കൊടുക്കണം. ഓൾ ഡിവൈഡ് ബൈ x² ആണ്, അതുകൊണ്ടാണ്. x² x⁴ കട്ട് ചെയ്താലിട്ട് x² മുകളിൽ വരും, ബൈ 4 വരും, പ്ലസ് c/x². ഇതാണ് ലാസ്റ്റ് ഇക്വേഷൻ, ലാസ്റ്റ് ആൻസർ. സ്റ്റെപ്പുകൾ ശ്രദ്ധിച്ചല്ലോ അല്ലേ? 1 2 3 4 4 സ്റ്റെപ്പായിട്ടൊന്നുമില്ല, സൊല്യൂഷൻ അതുപോലെ എടുത്ത് എഴുതി കൊടുക്കുക. ഓക്കെ, പിന്നെ ഫൈനൽ ആൻസർ. ഇത്രയേ ഉള്ളൂ, എളുപ്പമാണ് പരിപാടി.